പ്രസവരക്ഷയിൽ ഉപയോഗിക്കാൻ പറ്റുന്നതും കർക്കിടകത്തിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതുമായിട്ടുള്ള ഒരു പൊടിയുടെ റെസിപ്പിയാണ്. ഒരു കർക്കിടക പൊടി എന്നൊക്കെ പറയാം. എന്നാൽ ഇവിടെയൊക്കെ സിമിലർ ആയിട്ടുള്ള ഒരു പൊടി പ്രസവിച്ച് കിടക്കുന്ന സ്ത്രീകൾക്കും കഴിക്കാനായിട്ട് കൊടുക്കാറുണ്ട്. ക്ഷീണം അകറ്റാനും മുലപ്പാല് കൂടാനും ശരീരത്തിന് ആവശ്യമായിട്ടുള്ള പോഷക ഗുണങ്ങളെല്ലാം കിട്ടാനും വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു പൊടി. ഇത് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കിയാലോ. ഇതിന്റെ ക്വാണ്ടിറ്റി വൈസ് റെസിപ്പി ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ആദ്യം വേണ്ടത് ഞവര അരിയാണ്. ഇത് നമുക്ക് നല്ലൊരു എനർജി തരാനും ഇമ്മ്യൂണിറ്റി കൂട്ടാനും ശരീരവേദനയൊക്കെ മാറ്റാനും ഒക്കെ ഹെൽപ്പ് ചെയ്യും. അടുത്തത് വേണ്ടത് മുതിരയാണ്. ഇതിൽ അയൺ കണ്ടന്റ് വളരെ കൂടുതലാണ്. പിന്നെ വേണ്ടത് റാഗിയാണ്. ഇത് കാൽഷ്യം റിച്ച് ആയിട്ടുള്ളതാണ്. പിന്നെ വേണ്ടത് കറുത്ത എള്ളാണ്. ഇത് ബ്രസ്റ്റ് മിൽക്ക് കൂടാനും മറ്റൊത്തിരി ഗുണങ്ങളും ഉണ്ട്. പിന്നെ വേണ്ടത് നട്ട്സ് ആണ്. ബദാം, നിലക്കടലയാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും നട്ട്സ് അവൈലബിൾ ആണെങ്കിൽ അത് എടുക്കാം. പിന്നെ പൊട്ടുകടല എടുത്തിട്ടുണ്ട്. ഹെൽത്തി ഫാറ്റ്സും പ്രോട്ടീനും ഒക്കെ അടങ്ങിയിട്ടുള്ളതാണ് ഇതിലൊക്കെ. പിന്നെ എടുത്തിരിക്കുന്നത് മത്തന്റെ വിത്തുകളാണ്, പംകിൻ സീഡ്. ഇതുപോലെ ഫ്ലാക്സ് സീഡും എടുക്കാം, സൺഫ്ലവർ സീഡും എടുക്കാം. മുടി കൊഴിച്ചിൽ പോലെയുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാതിരിക്കാനായിട്ട് വളരെ നല്ലതാണ് സീഡ്സ് എടുക്കുന്നത്. പിന്നെ ഡൈജഷൻ ഇഷ്യൂസ് ഒന്നും വരാതിരിക്കാനും ഇതിനൊരു നല്ലൊരു മണം കിട്ടാനും വേണ്ടിയിട്ട് ജീരകവും ഏലക്കായും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. ചുക്കുപൊടി ചേർക്കുന്നതും വളരെ നല്ലതാണ്. എന്റെ കയ്യിൽ ഇല്ല, അതുകൊണ്ടാണ് ഇടാത്തത്. ഇനി ഓരോന്നും വറുത്തെടുക്കണം. നട്ട്സ് ഒന്നും ഞാൻ ഇവിടെ കഴുകുന്നില്ല, നന്നായിട്ട് റോസ്റ്റ് ചെയ്ത് എടുക്കുന്നതേ ഉള്ളൂ. അടുത്ത റാഗി വേറൊരു ആവശ്യത്തിനായിട്ട് കഴുകി മുളകെട്ടി ഉണക്കി വെച്ചിരുന്നതാണ്. അതൊന്ന് നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കണം. നമ്മളിത് കുക്കൊന്നും ചെയ്യുന്നില്ലല്ലോ, അതുകൊണ്ട് നന്നായിട്ട് എല്ലാം റോസ്റ്റ് ചെയ്തെടുക്കണം. ഞവര അരിയും മുതിരയും ഞാൻ ഒരുമിച്ചാണ് കഴുകി ഒരുമിച്ചാണ് റോസ്റ്റ് ചെയ്യുന്നത്. പിന്നെ എള്ളും കഴുകി നല്ലോണം റോസ്റ്റ് ചെയ്തെടുക്കണം. നമ്മൾ കഴുകി ഉണക്കാതെ അല്ലേ റോസ്റ്റ് ചെയ്യുന്നത്, അതുകൊണ്ട് നന്നായിട്ട് റോസ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. എന്നിട്ട് ഇതുപോലെ 2 സെക്ഷൻ ആക്കി വെച്ചിട്ട് ഓരോന്നും ഇങ്ങനെ പൊടിച്ചെടുക്കണം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. ഇവിടെ കരിപ്പെട്ടി ചീകിയതാണ് പണ്ടൊക്കെ ചേർക്കുന്നത്. ഞാനിവിടെ കരിപ്പെട്ടി പൊടിയാണ് ചേർക്കുന്നത്. കരിപ്പെട്ടി പൊടി ചേർത്തിട്ട് ഒന്നും കൂടി മിക്സ് ചെയ്ത് ഒന്ന് പൊടിച്ചെടുക്കുന്നത് വളരെ നല്ലതാണ്. ഇതിങ്ങനെ പൊടിയായിട്ട് വേണമെങ്കിലും കഴിക്കാം. പിന്നെ ഈ പൊടി നമ്മൾ അടുപ്പിൽ വെച്ചിട്ട് കുറച്ച് കരിപ്പെട്ടി സിറപ്പും കൂടി ചേർത്തിട്ട് അതിനെ മിക്സ് ചെയ്തെടുത്തിട്ട് അധികം ചൂട് പോകുന്നതിന് മുന്നേ ഉരുട്ടിയെടുത്ത് ഒരു ലഡു പോലെ ആക്കിയിട്ട് അങ്ങനെയും കഴിക്കാറുണ്ട്. ഇനി നമ്മുടെ ഒരു പ്രൊഡക്റ്റിന്റെ കാര്യം പറയാം കേട്ടോ. ഈ പറഞ്ഞ ഇൻഗ്രീഡിയൻസ് ഉൾപ്പെടെ ഒരു 20 ഐറ്റം ചേർന്നിട്ടുള്ള ഒരു ഹെൽത്ത് മിക്സ് പൗഡർ ഉണ്ട് കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളത്. അത് 8 മാസം കംപ്ലീറ്റ് ആയ കുഞ്ഞുങ്ങൾക്ക് മുതൽ പ്രഗ്നന്റ് ലേഡീസിനും ബ്രസ്റ്റ് ഫീഡിംഗ് അമ്മമാർക്കും ഒക്കെ കഴിക്കാൻ ബെസ്റ്റ് ആയിട്ടുള്ളതാണ്. ഈ പറഞ്ഞ ഗുണങ്ങളൊക്കെ കിട്ടുന്നതാണ്. ഓരോന്നും കഴുകി ഉണക്കി വറുത്ത് പൊടിക്കുന്നതാണ്. അതിനകത്ത് വേറെ പ്രിസർവേറ്റീവോ കാര്യങ്ങളോ അങ്ങനെ ഒന്നുമില്ല. സ്വന്തമായിട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ പർച്ചേസ് ചെയ്യുകയും ചെയ്യാം. നമ്മുടെ ബേബി പ്രൊഡക്ട്സിന്റെ ബ്രാൻഡ് ആയിട്ടുള്ള ബീഫോ ബേബീസിന്റെ ഒരു പ്രൊഡക്റ്റ് ആണ് ഹെൽത്ത് മിക്സ് പൗഡർ. അപ്പൊ ഈ കർക്കിടക പൊടി മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്യണം കേട്ടോ.